വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അച്ഛോ തർക്കുത്തരം പറയുന്നോ? ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ച് കാണിക്കാൻ പറ്റൂ. സോറി പറടാ. നിന്റെ അപ്പം പോലും ചേട്ടായോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സോറി പറടാ. സോറി പറടാ. സോറി. പിള്ളേരെ വളർത്തണം, അടിച്ച് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആട്ടി കിട്ടിയിട്ട് വന്ന് ഇരിക്കുന്നുണ്ടല്ലോ ഒരു ഉളുപ്പില്ലാതെ. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് കുടുംബത്തിന്. എനിക്ക് അത്ര വേണ്ട. ചിക്കൻ പീസ് എന്നാ പിടിച്ചോ, ലെഗ് പീസ് തന്നെ പിടിച്ചോ. കഴിക്കടാ ചേട്ടൻ. അവൻ പറഞ്ഞ കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞു അവനെ മറ്റേ കാര്യം നോക്കിയാ പോലെ. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്ത് പറഞ്ഞു തന്നോടാ? വേണ്ട. എടാ എന്റെ മകനെ തല നിനക്കെന്താടാ യോഗ്യത? എടാ നിന്റെ കാര്യം ആലോചിച്ച് ആര് പിടിച്ചിട്ടാണ് അപ്പൊ നേരത്തെ അങ്ങ് പോയത് അറിയോ? എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാ നൽകുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു. എടാ എന്തുവാണ് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയുള്ള ഒരു കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഇതിപ്പോ ഇവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടും. എടാ ജോലി കൂലിയില്ലാതെ തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്നത് നാണമില്ലേ? നിനക്ക് എത്ര വയസ്സാടാ? നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം. പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ട് നിന്ന് നാട്ടുകാരെ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-ൽ 1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ മുമ്പ് താനാളായോ എന്ന് ആലോചിക്കണം.